നമസ്കാരം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് തുടക്കമായത്. ഈ ചർച്ച എന്തുകൊണ്ടും ഇന്ത്യൻ വിപണിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയിരിക്കുകയാണ്. അതായത് ഇന്ത്യക്ക് മേൽ ട്രംപ് അടിച്ചേൽപ്പിച്ച 50% താരിഫിന് ശേഷമാണ് ഈ ചർച്ചകൾ തുടങ്ങിയത്. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ ദില്ലിയിൽ തുടങ്ങിയത് മുതൽ ഓഹരി വിപണി കൊതിച്ചുയർന്നു. രാവിലെ മുതൽ തുടങ്ങിയ മുന്നേറ്റം വൻ നേട്ടത്തിലാണ് അവസാനിച്ചത്. സെൻസെക്സ് 590 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 160 പോയിന്റ് നേട്ടത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ കുറെ ദിവസത്തെ മാന്ദ്യത്തിനു ശേഷമാണ് വിപണിയിൽ ഈ ഉണർവുണ്ടായത്. സെൻസെക്സിലും നിഫ്റ്റിയും രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന മുന്നേറ്റം അവസാനം വരെയും തുടർന്നു. റിയാലിറ്റി ഓട്ടോ മീഡിയ സൂചികകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളുടെ പ്രതീക്ഷകളും യുഎസ് ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുകയും എന്ന പ്രതീക്ഷകളുമാണ് വിപണിയെ ഗുണകരമായി ബാധിച്ചത്. രൂപയുടെ മൂല്യത്തിനും വർധനവുണ്ടായിട്ടുണ്ട്. 17 പൈസ കൂടി $1 88 രൂപ 5 പൈസ എന്ന നിലയിൽ വിനിമയം നടന്നത്. 1.5 മാസത്തെ കടുത്ത ഭിന്നതയ്ക്ക് ശേഷമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് വീണ്ടും തുടക്കമായത്. അമേരിക്കൻ ഉപവാണിജ്യ പ്രതിനിധി ബ്രഡൻ ലിഞ്ച് ദില്ലിയിലെ വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ കണ്ട് ചർച്ച നടത്തി. റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ പിൻവലിക്കണമെന്നതാണ് ആദ്യ നിർദ്ദേശമെന്നും ഇന്ത്യ ചർച്ചയിൽ അറിയിക്കുകയായിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ അമേരിക്ക ഉന്നയിച്ചതാണ് സൂചന. ജനിതക മാറ്റം വരുത്തിയ ചോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യണമെന്നും അമേരിക്ക നിർദ്ദേശിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെയും പുറത്തു വന്നിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്നുമുള്ള സാധനങ്ങളെല്ലാം അമേരിക്കയിൽ കൊണ്ട് വിൽക്കുന്നുവെന്നും അവിടെ നിന്ന് ചോളം പോലും വാങ്ങുന്നില്ല എന്നായിരുന്നു അമേരിക്കക്കാരുടെ പരാതി. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ നിർദ്ദേശം ഇന്ത്യ അംഗീകരിക്കാൻ ഇടയില്ല എന്നതാണ് റിപ്പോർട്ട്. അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇന്ത്യ കീഴടങ്ങരുതെന്നും CPM അടക്കമുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഓഗസ്റ്റ് 7 ഇന്ത്യക്കെതിരെ അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ നിലവിൽ വന്നു. 27 റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 25% തീരുവ കൂടി ഏർപ്പെടുത്തി. പിന്നാലെ നടന്ന പരസ്യ വാഗ്വാദങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുമായി ചർച്ചകൾക്ക് US വീണ്ടും തയ്യാറായത്. കഴിഞ്ഞ ദിവസം വാണിജ്യ മന്ത്രാലയത്തിൽ എത്തിയായിരുന്നു അമേരിക്കൻ വാണിജ്യ പ്രതിനിധി ബ്രഡൻ ലിഞ്ച് മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടത്. വാണിജ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ ആണ് ഇന്ത്യൻ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ഇന്ത്യ US വ്യാപാരം കൂട്ടിക്കുഴയ്ക്കരുതെന്ന നിർദ്ദേശമാണ് ഇന്ത്യ ആദ്യം വെച്ചതെന്നാണ് സൂചന. 25% അധികം തീരുവ പിൻവലിക്കേണ്ടത് ഒത്തുതീർപ്പിന് സാഹചര്യം ഒരുങ്ങിയാൽ അനിവാര്യമെന്നും ഇന്ത്യ വ്യക്തമാക്കി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവയിലാണ് യുഎസിന്റെ പ്രധാന ഊന്നൽ. ജനിതക മാറ്റം വരുത്തിയ ചോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യണമെന്ന് അമേരിക്ക നിർദ്ദേശിക്കുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ നിർദ്ദേശം എന്തായാലും ഒരു വിധത്തിലും ഇന്ത്യ അംഗീകരിക്കില്ല എന്നത് പരമമായ സത്യമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച